സത്യ പ്ലീസ്. ഒരു വിശിഷ്ട അതിഥിയെ പോലെ എന്നെ ഈ വേദിയിൽ സ്വീകരിച്ചിരുത്തുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഈ ഫംഗ്ഷന്റെ ചീഫ് ഗസ്റ്റ് ഞാനാണെന്ന്. എന്നാ നിങ്ങളോടെല്ലാവരോടും ഞാനൊരു സത്യം പറയട്ടെ. രാമനാഥൻ എന്നെ ഈ ഫംഗ്ഷന് ക്ഷണിച്ചതുപോലുമില്ല. ഒരിക്കൽ ഞാനൊന്ന് ഫോൺ ചെയ്തപ്പോ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നിട്ടും ഞാൻ എന്തിനിവിടെ വന്നു എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ നിങ്ങളുടെ മനസ്സിൽ? ക്ഷണിച്ചില്ലെങ്കിലും എനിക്ക് വരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഇത് രാമനാഥന്റെ സ്ഥാപനത്തിന്റെ സക്സസ് സെലിബ്രേഷൻ അല്ല, രാമനാഥന്റെ ജീവിത വിജയത്തിന്റെ സെലിബ്രേഷനാണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വന്നിട്ടുണ്ടാവും, ഈ ഞാൻ ആരാണെന്ന്. എന്റെ പേര് സത്യഭാമ. ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആണ്. ഇവിടെ ഞാൻ നിൽക്കുന്നത് അഡ്വക്കേറ്റ് ആയിട്ടല്ല, രാമനാഥന്റെ ഫാമിലി ഫ്രണ്ടായിട്ടാ. ഞാനും രാമനാഥനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാ. വർഷങ്ങളായി തുടരുന്ന ഫ്രണ്ട്ഷിപ്പാ ഞങ്ങളുടേത്. ഇനിയും ഞങ്ങളത് തുടരുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാത്ത വേറൊരു രഹസ്യം കൂടി ഞാൻ പറയാം. നിങ്ങളുടെ CEO മുക്തയില്ലേ, അവൾ എന്റെ മകളാ. എന്റെ വയറ്റിൽ പിറന്ന എന്റെ സ്വന്തം മകൾ. അവൾ എനിക്ക് മുക്തയല്ല, ചിന്നുവാ. ഇനി PKR നിങ്ങളോട് സംസാരിക്കും. നമസ്കാരം. ഇത് എന്റെ വിജയമാണെന്നാണ് സത്യഭാമ പറഞ്ഞത്. സത്യഭാമയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഇത് എന്റെ വിജയമല്ല, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമാണ്, നമ്മുടെ വിജയമാണ്. നമ്മുടെ ഗാർമെന്റ്സ് കമ്പനിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറാണെന്ന് സധൈര്യം പറഞ്ഞ ഒരാളെക്കുറിച്ച് ആദ്യമേ പരാമർശിച്ചില്ലെങ്കിൽ അത് അനുചിതമായി പോവും. നമ്മുടെ ഗാർമെന്റ്സിന്റെ സൽപ്പേരിന് ഒരു കളങ്കവും സംഭവിക്കാതിരിക്കാൻ വലിയൊരു അപകടത്തിൽ നിന്നും ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ പാർവതിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പാർവതി, അപകടകാരികളായ മയക്കുമരുന്ന് മാഫിയോടാണ് പാർവതി ഒറ്റയ്ക്ക് പൊരുതിയത്. പാർവതിയുടെ ധീരതയ്ക്ക് നമ്മുടെ ഗാർമെന്റ്സ് ഒരു ഉപഹാരം നൽകുന്നു. ഇതാ ഇതാ
പാർവതി നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. അയ്യോ, എനിക്ക് മൈക്കിൽ സംസാരിക്കണമെന്ന് അറിയില്ല. എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞേ പറ്റൂ. അന്നം തരുന്നവരോട് എപ്പോഴും കൂറ് കാണിക്കണമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് എന്റെ അച്ഛനാ. ഗാർമെന്റ്സിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാ ഞാനും എന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ആഹാരം കഴിക്കുന്നത്. ആ കൂറ് എനിക്കെപ്പോഴും നമ്മുടെ ഗാർമെന്റ്സിനോടുണ്ടാവും. നമ്മുടെ ഗാർമെന്റ്സിന് ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കാൻ എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ ഞാനത് ചെയ്യും.